ഹലോ എവരിവൺ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വേർഡാണ് ലൈഫ് ഇൻഷുറൻസ്. ഒരുപാട് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷുറൻസ് ഏജൻസ് അല്ലെങ്കിൽ പരസ്യങ്ങളായിട്ട് ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ലൈഫ് ഇൻഷുറൻസ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആൾക്കാർ തീരെ വളരെയധികം കെയർ കൊടുക്കാത്തൊരു മേഖലയാണ് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ഏജൻസി നമുക്ക് പല കാര്യങ്ങളോട് പറയും. ഒരുപാട് ഹിഡൻ ചാർജസ് അല്ലെങ്കിൽ ഒരുപാട് ഹിഡൻ കോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഹിഡൻ ക്ലോസ് ഒക്കെ ഉണ്ടാവും. പിന്നീടായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതും വളരെ ലോ കോസ്റ്റ് നമുക്ക് എടുക്കാവുന്നതും അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ രണ്ട് തരം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് യൂഷ്വൽ ആയിട്ടുള്ള പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും പിന്നെ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും. ആദ്യകാലത്ത് പോസ്റ്റൽ എംപ്ലോയീസും പിന്നീട് എന്താ പറയുക ഒരു സെർട്ടൻ കാറ്റഗറി ഓഫ് ആളുകൾക്കാണ് ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേരാൻ പറ്റുന്നത്. അതായത് സെൻട്രൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽസ് ലൈക്ക് ലോയേഴ്സ്, MBAs, അതുപോലെ തന്നെ മറ്റു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കുന്ന ആളുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരു 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 കാറ്റഗറി ഓഫ് ആളുകൾക്കാണ് ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേരാൻ പറ്റുന്നത്. ഇനി ജോലി ഇല്ലെങ്കിലും അത് ഈ പറഞ്ഞ കാറ്റഗറികളിൽ പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേരാവുന്നതാണ്. എങ്ങനെ? അതിനാണ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം. അപ്പോൾ വളരെ ലോ കോസ്റ്റ് അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് നമ്മുടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്. ഇനി നമുക്ക് ഏതൊക്കെ സ്കീമുകളാണ് നമുക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ഉള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഹോൾ ലൈഫ് അഷുറൻസ്, സുരക്ഷ എന്ന് പറയും. രണ്ടാമത്തെ സുവിധ, കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് ആണ്. മൂന്നാമത്തെ എൻഡോമെന്റ് അഷുറൻസ് ആണ്. നാലാമത്തെ ജോയിന്റ് ലൈഫ് അഷുറൻസ് അല്ലെങ്കിൽ യുഗൽ സുരക്ഷ എന്ന് പറയും. അടുത്തത് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, അതിന് സുമംഗൽ എന്ന് പറയും. അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലുണ്ട്. അപ്പൊ ഏത് സ്കീം വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റോ അല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഏർണിംഗ് കപ്പാസിറ്റി, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾ എത്ര പേര് ഡിപ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പൈസ ഒരു മാസം അടയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് വേണം നമ്മൾ ഒരു പോളിസി തിരഞ്ഞെടുക്കാനായിട്ട്. വെറുതെ ആരെങ്കിലും പോയി പറയുന്നത് കേട്ടൊരു പോളിസി തിരഞ്ഞെടുക്കരുത്. അപ്പൊ ഇതിൽ കുറച്ച് പോളിസീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോളിസികൾ ഏതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം എന്ത് ചെയ്യാം, അടുത്തുള്ള പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കുന്നതിൽ ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. വേണമെങ്കിൽ ഞാൻ ബയോളിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്കീമിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ലൈഫ് ഇൻഷുറൻസ് സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ. അപ്പൊ വളരെ കുറച്ച് സ്കീംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുരക്ഷ. ഈ സുരക്ഷയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം, അതായത് ഒരുവിധം എല്ലാ ലൈഫ് ഇൻഷുറൻസിനും മിനിമം ഏജ് 19 മാക്സിമം 55 ഓക്കെ, ഒട്ടുമിക്കവാറും. അപ്പോൾ ഇതിൻ്റെ മിനിമം സം അഷ്യൂർഡ് 20,000 മാക്സിമം 50 lakh. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സാണ് ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 80 years വരെ ജീവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഷ്യൂർഡ് സമ്മും അക്രൂഡ് ബോണസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിർഭാഗ്യവശാൽ നിങ്ങൾ അതിന് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സം അഷ്യൂർഡും അതുപോലെ തന്നെ അക്രൂഡ് ബോണസും നിങ്ങളുടെ നോമിനി ആരാണോ അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് രണ്ട് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോൺ ഫെസിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൈസയ്ക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് ലോൺ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോളിസി സറണ്ടർ ചെയ്യാം. 5 വർഷം മുമ്പ് പോളിസി സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് യാതൊരു ബോണസും കിട്ടുന്നതല്ല. ഈ പ്രീമിയം എത്ര വയസ്സ് വരെ പേ ചെയ്യണം, 55, 58, 60, അത് നിങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡിക്ലെയർഡ് ബോണസ് എന്ന് പറഞ്ഞാൽ സം അഷ്യൂർഡ് 1076. അപ്പോൾ നിങ്ങളുടെ സം അഷ്യൂർഡ് 2 lakh അല്ലെങ്കിൽ 3 lakh ആണെങ്കിൽ അതിനനുസരിച്ച് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊന്ന് പറയാൻ പോകുന്നത് എൻഡോമെന്റ് അഷുറൻസ് ആണ്. ഒരുപാട് പോളിസികളാണ്, നമ്മളെല്ലാം പറയുന്നില്ല, വളരെ കുറച്ച് 2-3 പോളിസികൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. എൻഡോമെന്റ് അഷുറൻസ് അല്ലെങ്കിൽ സന്തോഷ പ്രദേശങ്ങൾ രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മെച്യൂരിറ്റി ഇവിടെ നമുക്ക് മുന്നേ കൂട്ടി പ്രീസെറ്റ് ചെയ്യാം. അതായത് 35 വയസ്സിൽ മെച്യൂർ ആവണോ, 40 വയസ്സിൽ മെച്യൂർ ആണോ, 45 വയസ്സിൽ മെച്യൂർ ആണോ, അങ്ങനെ 50, 55, 58, 60 ഏത് വയസ്സിലത് എത്ര ഏജിൽ ഇത് മെച്യൂർ ആവണമെന്നുള്ളത് നമുക്ക് മുന്നേ കൂട്ടി തീരുമാനിക്കാം.
അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 55 വയസ്സാണ് മാക്സിമം ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. മിനിമം സം അഷ്യൂർഡ് 20,000, മാക്സിമം 50 lakh. ഇതിന് 3 വർഷം കഴിഞ്ഞ് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സം അഷ്യൂർഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സം അഷ്യൂർഡ്, ഞാനൊരു സിമ്പിൾ കാൽക്കുലേഷൻ, സിമ്പിൾ മാൻ, സം അഷ്യൂർഡ് 10 ലക്ഷം ആണെങ്കിൽ ഞാൻ വെറുതെ എടുത്തുന്ന എമൗണ്ടാണ്. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 35ആണ്. ഈ 35 വയസ്സിലാണ് അയാൾ ഈ പോളിസി എടുക്കുന്നത്. മെച്യൂരിറ്റി 55. അപ്പോൾ 19 വർഷം ഇയാൾ ഈ പോളിസി അടയ്ക്കണം. അപ്പോൾ 4,546 രൂപ ഇയാൾ പോളിസി അടയ്ക്കുകയാണെങ്കിൽ, അതായത് 19 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റിയിൽ 55 വയസ്സാകുമ്പോൾ ഏകദേശം 20 ലക്ഷം രൂപ അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 35,000 രൂപ സാലറി ഉള്ള ആൾക്ക് ഒരു മാസം 4,546 മാറ്റി വയ്ക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് അല്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് കുറവ് എമൗണ്ട് അടയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളെങ്കിൽ ഈ സം അഷ്യൂർഡ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ടിൻ്റെ ഒരു സം അഷ്യൂർഡ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 35 വയസ്സിലോ 40 വയസ്സിലോ 45 വയസ്സിലോ ഈ എമൗണ്ട് തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, അതായത് ഇൻ കേസ് ഓഫ് ഡെത്ത്, അതായത് ഈ ആൾ മരണപ്പെടുകയാണെങ്കിൽ, നമ്മൾ കൊടുത്ത കാലാവധിക്ക് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ സം അഷ്യൂർഡും അതുപോലെ തന്നെ അക്രൂഡ് ബോണസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത് യുഗൽ സുരക്ഷ. ഇത് കൂടുതലും മാരീഡ് കപ്പിൾസിനെ പറ്റുള്ളതാണ്. അതായത് 2 പേർക്ക് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഒരു സിംഗിൾ പ്രീമിയം മാത്രം അടച്ചാൽ മതി. മാക്സിമം 50 ലക്ഷം വരെയാണ് പ്രീമിയം എമൗണ്ട്, പ്രീമിയം അല്ല അതിൻ്റെ സം അഷ്യൂർഡ് വരുന്നത്. അപ്പോൾ 21 മുതൽ 45 വയസ്സിലാണ് ഈ കപ്പിളിൻ്റെ പ്രായം പറഞ്ഞത്. അതായത് ആ കപ്പിളിൽ, എൽഡർലി കപ്പിളിന് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 വയസ്സിൽ കൂടാൻ പാടില്ല. ഈ പോളിസിന് ലോൺ ഫെസിലിറ്റി ഉണ്ട് 3 വർഷം കഴിഞ്ഞാൽ, അതുപോലെ സറണ്ടർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണസ് എന്ന് പറയുന്നത് 5 വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബോണസ് കിട്ടത്തുള്ളൂ. ഇൻ കേസിൽ ഏതെങ്കിലും ഒരാൾ സർവൈവർ മരിച്ചു പോവുകയാണെങ്കിൽ അടുത്ത പാർട്ടിക്ക്, ഭാര്യ മരിക്കാനും ഭർത്താവ് മരിക്കാനും ഭാര്യയ്ക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 പേർക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും വിത്ത് എ സിംഗിൾ പ്രീമിയം. അതാണ് യുഗൽ സുരക്ഷയുടെ ഏറ്റവും പ്രത്യേകത. അടുത്തത് ആൻറ്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ് ആണ്, സുമംഗൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2 ടേം വൈസ് ആണത്. ഒന്നുകിൽ നമുക്ക് 15 വർഷത്തേക്ക് ഈ പോളിസി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 20 വർഷത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ പോളിസിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരിയോഡിക്കൽ റിട്ടേൺസ് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ 15 വർഷത്തിൻ്റെ പോളിസിയാണ് എടുത്തേക്കെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയാണ് സം അഷ്യൂർഡ് എന്ന് വിചാരിക്കുക. ആദ്യത്തെ 6 വർഷം കഴിയുമ്പോൾ നമുക്കതിന് 20% വിഡ്രോ ചെയ്യാം. 9 വർഷം കഴിയുമ്പോൾ വീണ്ടും 20% വിഡ്രോ ചെയ്യാം. 12 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു 20% വിഡ്രോ ചെയ്യാം. അവസാനം ബാക്കി 40% അതിൻ്റെ അക്രൂഡ് ബോണസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 20 വർഷത്തെ പോളിസി നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ആദ്യത്തെ 8 വർഷം കഴിയുമ്പോൾ 20,000, അതായത് 20%. നമ്മൾ സം അഷ്യൂർഡ് 1 lakh വിചാരിച്ചത് ഒരു എക്സാമ്പിളിന് വേണ്ടി. പിന്നെ 12 വർഷം കഴിയുമ്പോൾ 20,000, പിന്നെ 16 വർഷം കഴിയുമ്പോൾ 20,000, ബാക്കി 40% നമുക്കതിൻ്റെ മെച്യൂരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പീരിയോഡിക്കൽ റിട്ടേൺസ് കിട്ടുന്നു. ഇൻ ബിറ്റ്വീൻ നിർഭാഗ്യവശാൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് ആ ഫുൾ സം അഷ്യൂർഡും അതുപോലെ തന്നെ അക്രൂഡ് ബോണസും കിട്ടും. അതായത് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ പീരിയോഡിക്കൽ റിട്ടേൺസ് കൂടാതെ സം അഷ്യൂർഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്രൂഡ് ബോണസും കിട്ടും. ഇത്രയാണ് സ്കീം. ഇനി ഇതിലേത് സ്കീം തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയും നമ്മുടെ ഫ്യൂച്ചർ ഗോൾസും അനുസരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഏത് പോളിസി എടുക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പേർട്സിനോ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പർ ഇമെയിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് for watching this video.